വെൽക്കം ബാക്ക് ഗായ്സ് ടു ഫിലിമി രസം. അപ്പൊ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഫ്രീക്വന്റ്ലി റിലീസ് ആയ ജുറാസിക് വേൾഡ് റീബർത്ത് ആണ്. സോ ടൈം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ള വെച്ചാൽ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറയുന്നത് ഫോർത്ത് സീരീസ് ആണ്. അതായത് ജുറാസിക് വേൾഡിന്റെ ജുറാസിക് വേൾഡ് 1, ജുറാസിക് വേൾഡ് 2 ഫോളോ കിങ്ഡം, പിന്നെ വന്നത് ഡൊമീനിയൻ, പിന്നെ ഉള്ളതാണ് ഇപ്പൊ ഫോർത്ത് പാർട്ടാണ് റീബർത്ത്. സോ നമുക്ക് റീബർത്തിന്റെ ഡയറക്ഷൻ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഡയറക്ഷൻ ഒക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമുക്ക് ബാക്കി സിനിമസിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് അത്ര ഓക്കെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ആസ് എൻ ഇൻഡിവിജ്വൽ ഫിലിം ഡയറക്ഷൻ കുഴപ്പമില്ല. പക്ഷെ ബാക്കി ഫിലിംസ് വെച്ച് നോക്കുമ്പോൾ ഡയറക്ഷൻ കുറച്ചുകൂടി ഇത് കീപ്പോട്ട് ആണ്. കാരണം ഇത് എത്ര എക്സൈറ്റ്മെന്റ് വരുന്ന രീതിയിലല്ല ഈ സിനിമ പിടിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ കൂടാതെ നമ്മൾ ഇനി കാസ്റ്റിംഗിലേക്ക് കയറുകയാണെങ്കിൽ ഇപ്രാവശ്യം നമ്മുടെ പ്രീവിയസ് ഫിലിംസിൽ അഭിനയിച്ച ക്രിസ് പ്രാറ്റ് ഇല്ല. ക്രിസ് പ്രാറ്റ് ഇല്ലാത്ത ആക്ച്വലി ഒരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം ക്രിസ് പ്രാറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും നമുക്ക് ഈ സിനിമ കുറെ നേരം ഇരുന്ന് കണ്ടോണ്ടിരിക്കാം. കാരണം ക്രിസ് പ്രാറ്റ് വളരെ നല്ലൊരു നടനാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഗാർഡിയൻസ് ഓഫ് ഗാലക്സി കണ്ടിട്ടുണ്ട്. സോ ക്രിസ് പ്രാറ്റ് എത്ര മാത്രം നല്ല നടനാണ് നമുക്കറിയാം. പക്ഷെ ക്രിസ് പ്രാറ്റും കൂടെ ഉള്ളായിരുന്ന കാസ്റ്റിംഗ് ഈ സിനിമയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിനിമ കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ക്രിസ് പ്രാറ്റിന് പകരം ഈ സിനിമ വന്നിരിക്കുന്ന സ്കാർലറ്റ് ജോഹാൻസൺ ആണ്, പിന്നെ മഹേഷ് ലാലി, ഇങ്ങനത്തെ പുതിയ ക്യാരക്ടേഴ്സ് ആണ്. ഈ ക്യാരക്ടേഴ്സ് ഒന്നും ആക്ച്വലി ജുറാസിക് വേൾഡിൽ ഇല്ലാത്തതാണ്. പക്ഷെ ഇവരെല്ലാവരാണ് ഇപ്രാവശ്യം ഈ റീബർത്ത് അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ ക്യാമറ ആൻഡ് CGI ഒരു പ്രശ്നവും ഇല്ല. ക്യാമറ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. CGI ആണ് അതിലും നല്ലോണം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ഡിനോസേഴ്സിനൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ നല്ലോണം നല്ല ഒരു റിയാലിറ്റി ചെക്ക് തന്നെ വരും, ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്കിവിടെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയി പോകുന്ന സ്റ്റോറി ലൈനിലേക്കാണ്. സ്റ്റോറി ലൈനിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഒത്തിരി പടങ്ങളിൽ കണ്ടിട്ടുള്ള സെയിം സ്റ്റോറി അവിടുന്ന് ഇവിടുന്ന് മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. നമ്മൾ ഒത്തിരി പടങ്ങളിൽ, അതായത് കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഈ സിനിമ ഏകദേശം അനക്കോണ്ട ഫിലിം പോലെയാണ്. അതായത് അനക്കോണ്ട ഫിലിമില് ഒരു ഗ്രൂപ്പ് ഓഫ് സ്കിൽഡ് മെറൈൻസോ അല്ലെങ്കിൽ അവരുടെ ഒരു മെർസിനറീസ് വരും. അവർ വന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം എക്സ്ട്രാക്ട് ചെയ്യാനായിരിക്കും. അതിന്റെ കൂടെ കുറച്ച് അനക്കോണ്ട ഹണ്ടിങ്ങും കാണും. പക്ഷെ അത് തന്നെയാണ് സെയിം ഇവിടെ. ഈ സിനിമയിൽ അനക്കോണ്ടസിന് പകരം ഡിനോസസ് ആണെന്നേ ഉള്ളൂ. അവരൊരു മെർസനറി ഗ്രൂപ്പായിട്ട് വരുന്നു, ഒരു സാധനം എക്സ്ട്രാക്ട് ചെയ്യുന്നു, എന്നിട്ട് അവരുടെ ടീമിലുണ്ടായിരുന്ന കുറച്ച് പേര് മരിച്ചു പോകുന്നു, അവസാനം അവർ കുറച്ച് പേര് രക്ഷപ്പെടുന്നു. ഈ സെയിം കഥയാണ് അനക്കോണ്ട ഫിലിമിലുള്ളത്. സോ ഇത് രണ്ടും തമ്മിൽ ഭയങ്കര സിമിലാരിറ്റി ആണ്. ഒരു പടത്തിൽ അനക്കോണ്ട ആണെങ്കിൽ അടുത്ത പടത്തിൽ ഡിനോസർ, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവർ ഈ പടം എടുത്തു വെച്ചിരിക്കുന്നത്. കൂടാതെ ഈ പടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വെച്ചാൽ ഇതൊരു ഒത്തിരി പ്രാവശ്യം നമ്മൾ കണ്ട് പഴകിക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഒത്തിരി പടങ്ങളിലുള്ളതാണ് ഈ ക്യാൻസറിന് വേണ്ടി ക്യൂർ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സാധനം എക്സ്ട്രാക്ട് ചെയ്യുന്നു. ആ സാധനം ആ സെയിം സ്റ്റോറി ലൈനിലാണ് അവർ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പടത്തിന് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഒരു ലോജിക്കൽ പ്രശ്നമാണ്. അതായത് ഈ സിനിമയിൽ മെർസനറീസ് ഒരു ഡിനോസർ ഹണ്ടിങ്ങിന് വന്നിരിക്കുന്ന ഗൺസ് പോലും ഇല്ലാണ്ടാണ്. അതാണ് ഈ സിനിമയിൽ ഒട്ടും മനസ്സിലാവാൻ പറ്റാത്ത, ഒട്ടും ലോജിക്ക് ഇല്ലാത്തൊരു സീൻ എന്ന് പറയുന്നത് അതാണ്. അതായത് ഈ മെർസനറീസിന് ഈ കോൺട്രാക്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മൾട്ടി ബില്യണർ കമ്പനിയാണ്. ഒരു മൾട്ടി ബില്യണർ കമ്പനിക്ക് കുറച്ച് അസൾട്ട് റൈഫിൾസ്, മെഷീൻ ഗൺസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വെപ്പണും കൊടുക്കാതെ അവരെ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ അവരെ ഒരു അസൈൻമെന്റിന് അയച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അവര് പോയിരിക്കുന്നത് മാനിനെയോ ആടിനെയോ പിടിക്കാനല്ല. അവര് പോയിരിക്കുന്നത് ഡിനോസേഴ്സിന്റെ മേത്തുനിന്ന് ഒരു സിറം എക്സ്ട്രാക്ട് ചെയ്യാനാണ്. അത് ചെയ്യാൻ പോയിരിക്കുന്ന മെർസനറീസിന്റെ കയ്യിൽ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ടേസർ പോലും വേണ്ടേ? ഒരു ടേസർ പോലും അവരുടെ കയ്യിലില്ല. ഒരു ഷോക്ക് അടിപ്പിക്കാനുള്ള ടേസർ പോലും ഇല്ല. അസൾട്ട് ഗൺസ് ഇല്ല, മെഷീൻ റൈഫിൾസ് ഇല്ല. ഇതൊന്നും ഇല്ലാതെയാണ് മെർസനറീസ് കൈയും വീശി ഒരു ഐലൻഡിലേക്ക് പോയിരിക്കുന്നത്. അതാണ് വേറെ ലോജിക്കൽ പ്രശ്നം. അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വന്ന് ടീറക്സ് പോലും ഒരു നമുക്ക് ജുറാസിക് വേൾഡ് അല്ല, ജുറാസിക് പാർക്കിൽ ടീറക്സ് എന്ന് പറയുന്നത് അതായിരുന്നു നമ്മളെ മുൻനിലയിൽ നിർത്തുന്ന ഏറ്റവും വലിയ സാധനം. പക്ഷെ ഇതിപ്പോ ഇവർ ഈ പടം ഓരോന്നോരോന്ന് ഇറക്കുന്നതോളം വന്ന് ടീറക്സിനൊന്നും ഒരു വിലയില്ലാത്ത പോലെയാണ്. ഈ പടത്തിൽ അവർ പറയുന്നത് വെച്ചാൽ ഡിനോസേഴ്സിന്റെ ഹൈബ്രിഡ് ആണ് ഐലൻഡിൽ നിന്നതാണ്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ വന്ന് അവർ കാണിക്കുന്ന ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇതൊരു ഡിനോസർ ലുക്കിലല്ല വരുന്നത്. നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഗോഡ്സില്ല അല്ലെങ്കിൽ കിങ് കോങ്ങിനകത്ത് ടൈറ്റൻസിന്റെ രീതിയിലാണ് ഇപ്പൊ വന്ന് ഡിനോസേഴ്സ് ഇരിക്കുന്നത്. അതായത് ഇതിപ്പോ ഒരു ടീറക്സ് ഈ പടത്തില് പടച്ചു വെച്ചിരിക്കുന്ന ഡിനോസറിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണെങ്കിൽ ടീറക്സ് വളരെ ഒരു ചെറിയ ഡിനോസർ ആയിട്ട് നമുക്ക് തോന്നും. അല്ലെങ്കിൽ ടീറക്സിന് തീരെ പവർ ഇല്ലാത്ത പോലെയാണ് അവർ വന്ന് ഇപ്പൊ കാണിക്കുന്നത്. കാരണം ഓരോ സിനിമ കൂടുന്തോറും വരുന്ന പുതിയ ക്യാരക്ടേഴ്സിന്റെ ഡിനോസേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആവുന്ന പ്രശ്നമില്ല. അവരൊരു ഹൈബ്രിഡ് ആയിട്ട് കാണിച്ചിട്ട് ഒരു 4-5 കൈയും ഒടുക്കത്തെ വലിയ തലയും. അപ്പൊ ഇത്രയും വലിയ സ്പീഷീസിനെ കാണിക്കുമ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡിൽ കണ്ടിരിക്കുന്ന ടീറക്സ് പോലത്തെ ഡിനോസേഴ്സിന് ഒരു വിലയില്ലാണ്ടാവുകയാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ജുറാസിക് വേൾഡ് റീബർത്തിനെ കുറിച്ച് ഫിലിമി രസത്തിന് പറയാനുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും പടം കണ്ടു നോക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ആൻഡ് വ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ദാറ്റ്സ് ഓൾ ഫ്രം ഫിലിമി രസം, സൈനിങ് ഓഫ്.